ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ബീട്രൂട്ടാണ് ഇന്നത്തെ താരം എന്നുള്ളത്. അപ്പോൾ ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ മുടിക്കും നമ്മുടെ ആരോഗ്യത്തിനും ഒരുപോലെ ഗുണം നൽകുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ജനറലായ നമ്മുടെ ഹെൽത്തിന് ബീട്രൂട്ട് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അതുപോലെ തന്നെ ഞരമ്പുകൾക്കും നമ്മുടെ ദഹനത്തിനും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒന്നാണ് ബീട്രൂട്ട് കേട്ടോ. വിറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക ബ്രൈറ്റ്നെസ് ഗ്ലോ കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ മുഖത്തിൻ്റെ പ്രായ കൂടുതൽ തോന്നിക്കുന്നത് കുറയ്ക്കുന്നതിനും നമ്മുടെ സ്കിൻ തൂങ്ങുന്നത് കുറയ്ക്കുന്നതിനും കൺതടങ്ങളിലെ കറുപ്പ്, മുഖക്കുരു അതുപോലെ മുടി കറക്കുന്നതിനും ഒക്കെ ബീട്രൂട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും ഒരുപോലെ നല്ല ഒരു ഗുണം കിട്ടുന്ന ഒന്നാണ് ബീട്രൂട്ട്. മുടി താരനുണ്ടെങ്കിൽ താരൻ നശിപ്പിക്കുന്നതിന് നമ്മൾ വേപ്പില ആര്യവേപ്പില തിളപ്പിച്ച് ആ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ അരച്ച് അതിൻ്റെ നീരെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് കൂടി മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ പുരട്ടി തേച്ച് 15 മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞാൽ താരം തടയാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഹെന്നയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് നാച്ചുറലായിട്ടുള്ള ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ജ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ട് കൊണ്ട് നമ്മുടെ മുടിക്കും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിനും ഒരുപോലെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഗുണങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മുഖത്തിൻ്റെ നമ്മുടെ സ്കിന്നിന് ആവശ്യമായ വൈറ്റനിങ് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ബ്രൈറ്റ്നെസ് എങ്ങനെ കിട്ടണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു ബീട്രൂട്ടാണ്, അതിൽ യാതൊരു കെമിക്കലും ഇല്ലല്ലോ. നമ്മളൊരു ബീട്രൂട്ട് എടുത്തിട്ട് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. ബീട്രൂട്ട് പൗഡറൊക്കെ ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് നമുക്കിതുപോലെ ഒരു ബീട്രൂട്ട് എടുത്തതിന് ശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഞാൻ എടുക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ണങ്ങളാക്കി മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അങ്ങനെ പിഴിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ അരച്ച് നമ്മൾ അരിപ്പ വെച്ച് അരിച്ചതിന് ശേഷം ബീട്രൂട്ട് നീര് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ബീട്രൂട്ട് നീര് ഞാൻ ഇവിടെ പിഴിഞ്ഞെടുക്കുകയാണ്. നമുക്ക് ആവശ്യം എത്രയോ അതനുസരിച്ച് നമ്മൾ എടുക്കുക. അതിന് ശേഷം ഈ ബീട്രൂട്ട് നീരിലേക്ക് നമുക്ക് കുറച്ച് തേനോ അല്ലെങ്കിൽ തൈരോ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഓരോരുത്തരും അവരവർക്ക്, ചിലർക്ക് തൈര് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തേൻ ഉപയോഗിക്കാം. അപ്പോൾ തൈര് മിക്സ് ചെയ്താലും കുഴപ്പമില്ല, തേൻ മിക്സ് ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ അരിപ്പൊടി, നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് മുഖത്ത് തേക്കാം. അരിപ്പൊടിക്ക് പകരം നിങ്ങൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതല്ല ഗോതമ്പ് പൊടി വേണ്ട, നിങ്ങൾക്ക് കടലമാവാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടലമാവ്, ഗോതമ്പ് പൊടി, കടലമാവ് അല്ലെങ്കിൽ അരിപ്പൊടി ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ചേർക്കുന്നത് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത്, ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കാപ്പിപ്പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ കോഫി പൗഡറും തൈരും മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് തേക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കാപ്പിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കടലമാവാണ് എടുത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതേ ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് 1 സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈരും തേനും ഒന്നും ഞാൻ ഉപയോഗിക്കണില്ല. അതിന് പകരം നമ്മൾ സാധാരണ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പൊടികൾ നമുക്ക് കടലമാവ് അല്ലെങ്കിൽ അരിപ്പൊടി, ഗോതമ്പ് പൊടി, അതുപോലെ തൈര്, തേൻ അല്ലെങ്കിൽ പാല്, ഇതേതാണെന്ന് വെച്ചാലും മിക്സ് ചെയ്യാം. ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒന്ന് മാറ്റം വരുത്തിയിട്ട് അങ്ങനെ ഉപയോഗിക്കുക വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ് ചെയ്ത മിശ്രിതം നമ്മുടെ മുഖത്ത് പുരട്ടി 15 മിനിറ്റ് നമ്മളിത് വയ്ക്കാം. അപ്പോൾ ഞാൻ പാൽ അതിലേക്ക് ഒഴിച്ച് മിക്സ് ആക്കുകയാണ്. അപ്പോൾ 15 മിനിറ്റോളം നമ്മളത് മുഖത്ത് പുരട്ടിയതിന് ശേഷം അതൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി മുഖം തുടച്ചു നോക്കൂ. അപ്പോൾ തന്നെ അറിയാം മാറ്റം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് നമ്മൾ വെളുത്ത് പാറുന്നല്ല ഞാൻ പറയുന്നത്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കുക. നാച്ചുറലായിട്ടുള്ളതാണ്, കെമിക്കലൊന്നും ഇല്ല. അപ്പോൾ വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിന്. നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ആവുന്നതിനും അതുപോലെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറ്റുന്നതിനും നമ്മുടെ മുഖത്തിൻ്റെ പ്രായം കുറവ് തോന്നിക്കുന്നതിനും ഇത് വളരെ നല്ല ഒരു പാക്കാണ്. എടുക്കാനായിട്ട് മടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് പൗഡർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീട്രൂട്ട് പൗഡർ വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു പൗഡർ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പാലോ തൈരോ അല്ലെങ്കിൽ തേനോ
അത് മിക്സ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അതിനെ ഒരു വ്യത്യാസം കാണാം. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ മുഖം നല്ല ക്ലീൻ ആയിട്ട് വരും. യാതൊരു കെമിക്കലും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പാക്ക് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയും വേണം കേട്ടോ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.